മതി പ്രിയ, ഇനി വേണ്ട. ഞാൻ ആകാശിന്റെ വീട്ടിലേക്ക് പോവാം. റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അവിടെ എത്തണം. സുരേഷ് പ്ലീസ്, ഞാനും വന്നോട്ടെ കൂടെ. പ്രിയ മോനെ, പ്രിയ വരുവാണെങ്കിൽ അവളെയും കൂടെ കൊണ്ടുപോ. അവള് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ടെൻഷൻ കുറവായിരിക്കും. പ്രിയ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല, കാരണം അവരെ ഏതറ്റം വരെയും പോകും. പിന്നെ ഞാൻ കാരണം ഇനിയും നിനക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ കാരണം നീയും ഞാൻ ശരി. ഇപ്പൊ എന്തിനാ കരയുന്നേ? നീ കരയാൻ പാടില്ല. രച്ചു, നിന്റെ ഏട്ടൻ നിനക്ക് നീതി തേടി പോയിരിക്കുക. ആ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടട്ടെ. നീ എന്നിട്ട് ആകാശിനെ റിജക്ട് ചെയ്യണം. ഗുഡ് മോർണിംഗ് അബി. ഹായ്. നമസ്കാരം ആൻറ്റി. നമസ്കാരം മോനെ. നമസ്കാരം അമ്മേ. നമസ്കാരം. വരൂ, ഇരിക്കൂ. വേണ്ട, സാരമില്ല. അത് റിപ്പോർട്ടൊന്ന് വന്നോട്ടെ. നോക്കു മോനെ, അന്ന് ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അങ്ങനെ റിപ്പോർട്ടിൽ തെളിയുകയാണെങ്കിൽ, അതായത് ആകാശാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന്, എങ്കിൽ മോന്റെ സഹോദരിയെ ആകാശിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കും. ഏത് വീട്ടിലാണോ എന്റെ കുഞ്ഞുങ്ങൾ വളർന്നത് അവിടെ അന്യായം വളരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. താങ്ക് യു. സർ, റിപ്പോർട്ട്. എന്താ എഴുതിയിരിക്കുന്നത്? എനിക്കറിയാമായിരുന്നു നീ എന്നോട് കള്ളം പറയില്ലെന്ന്. ഇയാളുടെ പെങ്ങളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആകാശല്ല, മറ്റാരോ ആണ്. എങ്ങനെ? നോക്കുമോനെ, ഞാൻ പറഞ്ഞതല്ലേ ഈ വീട്ടിൽ അന്യായം വളരാൻ അനുവദിക്കില്ല എന്ന്. കള്ളം പറഞ്ഞത് ആകാശല്ല, മോന്റെ സഹോദരിയാ മോനോട് പറഞ്ഞത്. ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആകാശല്ല ആ കുഞ്ഞിന്റെ അച്ഛനെന്ന്. ഞാൻ നിന്നെ കുറ്റം പറയുകയല്ല,
നിന്നോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നീ നിന്റെ സഹോദരിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കണമെന്ന്. അവളോട് ദേഷ്യപ്പെടരുത്. പിന്നെ മോനെ, അവളുടെ കല്യാണം അവനെ കൊണ്ട് തന്നെ നടത്തണം, അവൾ സ്നേഹിക്കുന്നവനെ കൊണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് ഇതെങ്ങനെ രച്ചു ഒരിക്കലും എന്നോട് കള്ളം പറയില്ല. അവൾ ഇതുവരെ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. പ്ലീസ് ഒരു കാര്യം എനിക്ക് പറഞ്ഞതാ, നീ ഈ റിപ്പോർട്ടിൽ എന്താ ചെയ്തത് നോക്ക്. എനിക്ക് രച്ചുവിനെ നന്നായിട്ട് അറിയാം. ഒരു പക്ഷെ നീ അവളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അവൾ ഈ ടെസ്റ്റിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെയുള്ളൊരു തെളിവ് ഇതാണ്. ഈ റിപ്പോർട്ടിൽ എന്ത് വേണമെങ്കിലും എഴുതിക്കോട്ടെ, പക്ഷെ എനിക്കറിയാം ആ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്ന്. അങ്ങനെ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെങ്കിൽ ഈ റിപ്പോർട്ട് ഐ നോ നീയും നിന്റെ അമ്മയും കൂടി ചേർന്നാണ് ഇതൊക്കെ ചെയ്തതല്ലേ? എന്ത് വൃത്തികെട്ട മനുഷ്യൻ. മൈൻഡ് യുവർ ലാംഗ്വേജ്. നോക്ക്, എനിക്ക് ഈ DNA ടെസ്റ്റ് ഒരിക്കൽ കൂടി നടത്തണം. അതിന് നീ എന്റെ കൂടെ വരണം. വാ. നിർത്തി ഈ നാടകം. ഇനി ഒരിക്കൽ കൂടി എന്റെ ഫാമിലി മെമ്പേഴ്സിനോട് ഒച്ചത്തിൽ സംസാരിച്ചാലുണ്ടല്ലോ, ഇതാണ് സത്യം. ഇതാണ് സത്യം. ഇനി പറയാ നിങ്ങൾ കാരണം ഇന്നലെ രാത്രി എന്റെ അച്ഛമ്മയ്ക്ക് സുഖമില്ലാതായി. പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും ചെയ്യുമല്ലേ നീ? എടുത്ത് ദൂരെ കളടാ നിന്റെ ഈ ചീപ്പ് പബ്ലിസിറ്റി പൈസയൊക്കെ. എനിക്ക് എന്റെ പെങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. നിന്റെ അനിയൻ എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. നിന്നോടൊക്കെ എത്ര തവണ പറയണം ആ കുഞ്ഞ് എവന്റെ ആണെന്ന്? ആ കുഞ്ഞ് എവന്റെ തന്നെയാ. പോരാത്തിന് ഇപ്പതേ ആ റിപ്പോർട്ട് മാറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചതിയനാണവൻ. നിങ്ങളെയൊക്കെ കോടതി കെട്ടിഞ്ഞ്. പക്ഷെ അതിനു മുമ്പ് നിന്റെ അനിയൻ എന്റെ ഒപ്പം വരേണ്ടി വരും. ഇനി എന്റെ അനിയന്റെ ദേഹത്തങ്ങനെ നീ തൊട്ടാലുണ്ടല്ലോ, തീർത്ത് കളയും ഞാൻ. അച്ചമ്മയെ ഓർത്ത ഇതുവരെ നിന്നെ സഹിച്ചത്. പക്ഷെ ഈ തോന്നിയവാസം കൂടി പോയി. Come on, get out. നിനക്ക് എന്റെ ഒപ്പം വരേണ്ടി വരൂടാ. ഇനി ഒരിക്കൽ കൂടി നിന്നെ എന്റെ വീടിന്റെ പരിസരത്തെങ്ങാനും കണ്ടാലുണ്ടല്ലോ, നിന്റെ കാല് രണ്ടും തല്ലി ഓടിക്കും ഞാൻ. വരും, ഞാൻ ഇനിയും വരും. എന്റെ പെങ്ങൾക്ക് നീതി കിട്ടുന്നവരെ ഞാൻ ഇനിയും വരും. നീയൊക്കെ ഈ ലോകത്തുള്ളവർക്ക് വലിയ റോക്ക് സ്റ്റാർ, വാട്ട് എവർ യു കോൾ യുവർസെൽഫ്, ഓക്കേ? പക്ഷേ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഇവൻ എന്റെ കൂടെ വരണം. നിനക്കറിയണമല്ലേ ഞാൻ ആരാണെന്ന്? വാ. നിനക്കറിയില്ലല്ലേ ഞാൻ ആരാണെന്ന്? ഈ പേരും പ്രശസ്തിയും എല്ലാം വെറുതെ കിട്ടിയതല്ല എനിക്ക്. നിന്നെ പോലുള്ളവർക്ക് വന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ. പിന്നെ നീ എന്റെ കുടുംബത്തിന് മുഴുവൻ ചീത്ത പേരുണ്ടാക്കി. എനിക്കൊപ്പം എന്റെ അച്ഛമ്മ, എന്റെ അനിയത്തി, എന്റെ കൂട്ടുകാരൻ എല്ലാവരും ഉണ്ട്. നോക്ക, ഇനി നീ അറിയും ഞാൻ ആരാണെന്ന്. നോക്ക ഞാൻ ആരാണെന്ന്. എടുത്ത് പുറത്തു കളയവനെ. അബി, നീ എന്താ ചെയ്ത അയാളെ? ആരെങ്കിലും തല്ലു ഇങ്ങനെ ഒരാളെ? അവനെ ഞാൻ നശിപ്പിക്കും പ്രണവ്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക. നീ ഇങ്ങനൊന്നും ചെയ്യരുത്. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. പ്രണവ്, നിനക്കറിയാലോ എന്നെ. അച്ഛമ്മ തന്നെ പറഞ്ഞു മനസ്സിലാക്കാവനെ. ഇനി അവൻ ആര് പറഞ്ഞാലും കേൾക്കാൻ കൂട്ടാക്കില്ല. നിനക്കറിയില്ലേ അവൻ ഇങ്ങനെയാണെന്ന്? ആരോടെങ്കിലും അവന് സ്നേഹമാണെങ്കിൽ അങ്ങേ അറ്റത്ത് സ്നേഹമാണ്. ആരോടെങ്കിലും അവന് ദേഷ്യം ഉണ്ടായാൽ പിന്നെ ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. Mom. You are awesome. You are a magician. Oh God. I'm so relaxed. Mom, അറിയോ ഞാൻ എന്താ സ്വപ്നം കണ്ടേന്ന്? ഏട്ടൻ എന്നെ ചെരുപ്പ് കൊണ്ട് അടിച്ച് വീട്ടിന് പുറത്താക്കുമെന്ന്. ആ ടോപ്പ് ഓഫ് ദാറ്റ് അമ്മ എന്നെ ചീത്ത പറയുന്നു. അമ്മ എങ്ങനെ ഇത് ചെയ്തത്? നീ അത് വിട്ടുകള മോനെ. നിനക്കത് മനസ്സിലാവില്ല. നിന്റെ തലയിൽ ആള് താമസം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. അമ്മേ പറയുന്നേ. എടാ, അത് വളരെ എളുപ്പമായിരുന്നു. ഞാൻ അബിയോട് പറഞ്ഞു DNA സാമ്പിൾ നമ്മുടെ ഡോക്ടർക്ക് കൊടുക്കണോന്ന്. റിപ്പോർട്ടിൽ ഒരു മറിമായോ സംഭവിക്കാതിരിക്കാൻ അവൻ സമ്മതിച്ചു. പിന്നെന്താ, DNA സാമ്പിൾ ഡോക്ടറുടെ കയ്യിൽ എത്തുന്നതിന് മുൻപേ ഞാൻ മാറ്റിക്കളഞ്ഞു. നിന്റെ സാമ്പിൾ അവിടെ എത്താതെ എങ്ങനെ റിപ്പോർട്ട് മാച്ചിങ് ആവും? ഇനി നിന്റെ കല്യാണം നടക്കും, ഞാൻ കണ്ടുപിടിച്ച പെണ്ണുമായിട്ട്.
ഇനി നീ സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങ്, എന്നിട്ട് റേസ് ജയിക്കുന്ന സ്വപ്നം കാണും. ഞാൻ പോകുന്ന അമ്മൂമ്മയുടെ അടുത്തേക്ക്. കല്യാണത്തിന്റെ ഒരുക്കം തുടങ്ങണ്ടേ? സുരേഷ്, ഇതെന്താ പറ്റിയേ? അയ്യോ, കൈ എന്താ പറ്റിയേ? എന്ത് പറ്റി മോനെ? എന്താ? വാ മോനെ, വാ, ഇവിടെ ഇരിക്കെ. രച്ചു, പോയി ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വാ. പതുക്കെ ഇരിക്കെ. ഇരിക്കെ. അവിടെ എന്താ സംഭവിച്ച സുരേഷ്? അബിയുടെ വീട്ടിൽ പോയിരുന്നു. പിന്നെ നന്നായി മാധവ ചേച്ചി ഇവിടെ ഇല്ലാത്തത്. ചേച്ചി അമ്പലത്തിൽ പോയിരിക്കുക. ചേച്ചി സുരേഷിനെ ഈ അവസ്ഥയെ കണ്ട അറിയില്ല എങ്ങനെ. ഞാൻ പോയി മഞ്ഞളിട്ട പാലെടുത്തോണ്ട് വരാം. ഇവന് ആശ്വാസം കിട്ടും. നീ മുറിവിൽ മരുന്നിട്ട് കൊടുക്ക. രജനെ, വാ മോളെ, എന്നെ ഒന്ന് സഹായിക്ക. എത്ര വൃത്തികെട്ട മനുഷ്യനാ. വലിയ റോക്ക് സ്റ്റാർ ആയിരിക്കും. അതിനർത്ഥം ഇതാണോ ആരോടും എന്തും ചെയ്യാന്ന്? I hate him. ഞാനത് ഉറപ്പിച്ചു. ഞാനിതിന്റെ അവസാനം വരെ പോവും. എന്റെ രച്ചുവിന് നീതി കിട്ടുന്നത് വരെ ഞാൻ തോറ്റു പിന്മാറില്ല. അവൾ വന്നിട്ടുണ്ട്. ആരാ ആന്റി? അവൾ ആരുടെ കണ്ണിൽ നോക്കിയാണോ നിനക്ക് സംസാരിക്കാൻ പറ്റാത്തത്? ബുൾബുൾ. ആന്റി പ്ലീസ്, അങ്ങനെയൊന്നുമില്ല. അതെ ആന്റി പ്ലീസ്, വന്ന് എന്റെ തലയൊന്ന് മസാജ് ചെയ്ത് തന്നെ, എപ്പോഴത്തെയും പോലെ. വേദനിച്ചിട്ട് വയ്യ. യെസ് മിസ്റ്റർ ചന്ദ്രൻ, ഐ സെൻഡ് യു എ ഫാക്സ് റൈറ്റ് അവേ. ആ പ്രണവ്, എനിക്കൊരു ഫാക്സ് അയക്കണം. ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ വരാം. ശരി ആന്റി, വരുമ്പോ തലവേദനയ്ക്കുള്ള മരുന്നോടി കൊണ്ടുവരണേ പ്ലീസ്. യെസ്, ഐ വിൽ ഡു ദാറ്റ്. ആ ബുൾബുൾ, ഈ ഹെഡേക്കിന്റെ ടാബ്ലറ്റ് പ്രണവിനൊന്ന് കൊടുത്തേക്കോ പ്ലീസ്. പക്ഷേ ആന്റി, എനിക്ക് സിറോക്സ് എടുക്കണമായിരുന്നു. ഡോണ്ട് വറി, ഞാനത് ചെയ്തേക്കാം. ഇത്രയും താമസിച്ച എന്താ? പ്ലീസ്, ഇനി വന്ന് എന്റെ തലയൊന്ന് മസാജ് ചെയ്തേ. തല വേദനിച്ച് പൊട്ടുന്നു. പ്ലീസ് വേഗം ആവട്ടെ. ഐ ആം ഹാവിംഗ് എ റിയലി ബാഡ് ഹെഡേക്ക്. ഒന്നാമത് ഇന്നലത്തെ കാര്യം മറന്നിട്ട് ഓഫീസിൽ വന്നതാ. അപ്പൊ ഇയാൾ എന്നോട് മസാജ് ചെയ്യാൻ പറയുന്നു. ഇയാള് ശരിക്കും എന്നെ ഡിസേർവ് ചെയ്യുന്നില്ല. അതെ ആന്റി, ആന്റിയുടെ കൈ എങ്ങനെ ഇത്രയും സോഫ്റ്റ് ആയത്? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? മസാജ്. നിന്നോട് ആരാ പറഞ്ഞത് മസാജ് ചെയ്യാൻ? നിങ്ങളല്ലേ പറഞ്ഞേ? എനിക്ക് തോന്നിയ ആന്റി ആയിരിക്കുന്നു, അതുകൊണ്ടാ പറഞ്ഞത്. നിനക്ക് പറയാൻ പാടില്ലായിരുന്നോ നീയാണെന്ന്? അത് ഞാൻ പറയാൻ പോയപ്പോ. എന്നിട്ട് പറയാത്ത എന്താ? ബോസായതിന്റെ പവർ കാണിക്കുമല്ലേ നിങ്ങള്? അവസരം നോക്കി നടക്കുമല്ലേ നിങ്ങൾ എന്നെ വഴക്ക് പറയാൻ? അത് ശരി. ആ,
നിങ്ങൾക്ക് നോക്കാമായിരുന്നില്ല ആരാ നോക്ക് ചെയ്യുന്നതെന്ന്? പിന്നെ എനിക്കെങ്ങനെ അറിയാനാ നിങ്ങൾ കണ്ണും പൊട്ടി ആരെ വിചാരിച്ചിരിക്കുവാന്ന്? ഷെടാ, ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ആന്റി ആണെന്നാ തോന്നിയെന്ന്. ശരി, ഞാൻ ആന്റിയെ പറഞ്ഞു അയച്ചോളാം. ബാക്കി മസാജ് ആന്റിയെ കൊണ്ട് ചെയ്യിച്ചോളൂ. ബൈ ദ വേ, താങ്ക്സ്. മെഡിസിൻ. താങ്ക്സ്. വളരെ നന്നായിട്ട് അറിയാം എങ്ങനത്തെ ആളാണെന്ന്. I just hate such kind of people. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. എപ്പോ അയാളുടെ അടുത്തേക്ക് പോയാലും എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. നിങ്ങൾ ആ പ്രൊഫസറെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്യില്ല. ആ പ്രൊഫസർ കേവലം പബ്ലിസിറ്റിക്കും പൈസയ്ക്കും വേണ്ടി എൻ്റെ കുടുംബത്തെ അപമാനിക്കാൻ ശ്രമിച്ചു. ഇനി അയാളെ ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടില്ല എങ്കിൽ ഈ കോളേജിനെ നശിപ്പിക്കാനുള്ള ഒരവസരവും ഞാൻ പാഴാക്കില്ല. പിന്നെ ഞാൻ പറയുന്നത് ചെയ്തു കാണിച്ചിരിക്കും. ഞങ്ങൾക്ക് താങ്കൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് സാർ. ഒരു പേഴ്സണൽ ഇഷ്യൂ കാരണം ഒരു കോളേജ് പ്രൊഫസറെ എങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്താക്കും സാർ? താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇറ്റ് ഈസ് പേഴ്സണൽ. ഐ വോണ്ട് ഹിം ഔട്ട് ടു ഫിയർ. ഈ അഭി ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു കാര്യം പറ, ആ റിപ്പോർട്ട് എങ്ങനെ തെറ്റാവും? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ആ സാമ്പിൾ നന്നായിട്ട് ടെസ്റ്റ് ചെയ്തില്ലായിരുന്നോ? സാർ ഒരു മിനിറ്റ്. നിങ്ങളിവിടെ DNA സാമ്പിൾ തീർച്ചയായും തന്നിരുന്നു. പക്ഷെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ആകാശിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു. എന്നിട്ട് അവരത് ഫാമിലി ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പിന്നെ ഞങ്ങളുടെ ലാബിൽ നിന്നും സാമ്പിൾ കൊണ്ടുപോയാൽ അതിനുശേഷം ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. പുറത്തു പോയാൽ ആർക്ക് വേണമെങ്കിലും സാമ്പിൾ മാറ്റാമല്ലോ. അതിനൊക്കെ ഞങ്ങൾ ഉത്തരവാദികളാകുമോ? ഇപ്പൊ മനസ്സിലായി അവരുടെയൊക്കെ ചതി. ആകാശ് ഇവിടെ വന്ന് സാമ്പിൾ കൊടുത്തു. പക്ഷെ പിന്നീട് ആ സാമ്പിൾ അവരുടെ ഫാമിലി ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത് മാറ്റി. എന്ത് വൃത്തികെട്ട മനുഷ്യരെ അവര്. ആ പ്രിയ. സുരേഷ്, നിങ്ങൾ വേഗം കോളേജിലേക്ക് വരൂ. പ്രിയ, എനിക്കിപ്പോ കോളേജിൽ വരാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ആ റിപ്പോർട്ട് എങ്ങനെയാണ് തെറ്റായതെന്ന്. അവരെ ഞാൻ വെറുതെ വിടത്തില്ല. എനിക്ക് ഈ നിമിഷം ആകാശിന്റെ വീട്ടിൽ പോണം. സുരേഷ്, നമുക്കത് പിന്നീട് നോക്കാം. ഇപ്പൊ ആദ്യം കോളേജിലേക്ക് വരൂ. പ്രിൻസിപ്പൽ സാറിന് അർജന്റ് ആയിട്ട് എന്തോ പറയാനുണ്ട്. പക്ഷെ പ്രിയ, ഞാൻ ശരി, ഞാൻ വരാം. പ്രിയ, വേദന എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല. എന്തു പറ്റി? പ്രിൻസിപ്പൽ സാർ എന്തോ അത്യാവശ്യ കാര്യത്തിന് വിളിപ്പിച്ചതാ. എന്താന്ന് അറിയില്ല. ശരി, ഞാൻ പോയി കാണാം. സൂക്ഷിച്ചു പോണേ. മേ ഐ കം ഇൻ, സർ? വരൂ മിസ്റ്റർ സുരേഷ്. ഗുഡ് ഈവനിങ്, സർ. ഗുഡ് ഈവനിങ്, സർ. സർ സുരേഷ് വരൂ, ഇരിക്കൂ. താങ്ക് യു, സർ. താങ്ക് യു, സർ. സാറിനെ വിളിപ്പിച്ചത്? സുരേഷിന്റെ സഹോദരിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടത്. ഇറ്റ് ഈസ് വെരി ഡിസ്റ്റർബിങ്. പിന്നെ ഇന്നലെ അഭിയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത് അതും ഞങ്ങൾ അറിഞ്ഞു. ചിലപ്പോൾ നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷെ ഈ കോളേജിലെ ട്രസ്റ്റീസിന് അഭിയെ വളരെ നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ അഭി ഈ കോളേജിലെ യൂത്ത് ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്യാൻ പോവുകയാണ്. ഒരു പക്ഷേ താങ്കൾ ഈ കോളേജിൽ പഠിപ്പിക്കുകയാണെന്ന് അഭി അറിഞ്ഞാൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നതിൽ നിന്നും പിന്മാറും. വി വിൽ നോട്ട് ഏബിൾ ടു അഫോർഡ് ദിസ് മിസ്റ്റർ സുരേഷ്. നിങ്ങളുടെ സിസ്റ്ററിൻ്റെ പ്രഗ്നൻസി
പിന്നെ നിങ്ങൾ അഭിയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത്. ഇക്കാരണങ്ങളൊക്കെ കോളേജിന്റെ റെപ്യൂട്ടേഷനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ റെസിഗ്നേഷൻ ലെറ്റർ തരണമെന്നാണ്. അതർവൈസ് മിസ്റ്റർ സുരേഷ്, അൺഫോർച്ചുനേറ്റ്ലി വി വിൽ ഹാവ് ടു ടെർമിനേറ്റ് യു. സാർ ഇതെന്താ പറയുന്നത്? ഐ എം സോറി ടു ഇന്ററപ്റ്റ്, ബട്ട് സാർ ഇങ്ങനൊരു തീരുമാനം എങ്ങനെ എടുക്കാൻ കഴിയും? സുരേഷ് ഈ കോളേജിലെ ബെസ്റ്റ് പ്രൊഫസർമാരിൽ ഒരാളാ. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നൽകിയിട്ടുണ്ട് ഈ കോളേജിന് വേണ്ടി. സർ, സുരേഷിനെ പോലുള്ളവർ കാരണമല്ല, അഭിയെ പോലുള്ളവർ കാരണമാണ് കോളേജിന് മങ്ങലേൽക്കുന്നത്. ഹീസ് എ വെരി ബാഡ് ഇൻഫ്ലുവൻസ് ഓൺ അവർ സ്റ്റുഡൻസ് സർ. അഭി ഒരു നല്ല മനുഷ്യനെ അല്ല. അയാൾക്ക് വേണ്ടി സുരേഷിനെ പോലെ ഒരാളെ പുറത്താക്കണോ സർ? ഇദ്ദേഹം എത്ര സത്യസന്ധനാണ്. ഹീസ് എ റോൾ മോഡൽ ഫോർ അവർ സ്റ്റുഡൻസ് സർ. ഇങ്ങനെ ചെയ്യാൻ പാടില്ല സർ. ഒരു നിമിഷം പ്രിയ, ഇവരൊക്കെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇതാണ് സാർ എന്റെ തീരുമാനം. മൈ റെസിഗ്നേഷൻ. സുരേഷ്, നിങ്ങൾ ഇങ്ങനെ പ്രിയ, എനിക്കിനി ഇവിടെ പഠിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഞാനും ഇവരും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഞാൻ കുട്ടികളെ ഭൂമിയിൽ നിന്നുകൊണ്ട് ആകാശം തൊടാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവർ കുട്ടികളെ അഭി എന്ന നക്ഷത്രത്തെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന്റെ തിളക്കം അയാളേക്കാൾ ചെറുതാണ്.